ഇനി പോകുന്നത് കുട്ടനാട്ടിലേക്കാണ്. അവിടെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു. അതായത് കുട്ടനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്ന LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസിന്റെ ആരോപണത്തിന് മറുപടിയുമായി റജി ചെറിയാൻ രംഗത്തെത്തുകയാണ്. 3 വർഷം മുൻപ് തനിക്കെതിരെ നൽകിയ കേസാണ് ഇത്. ഇതുവരെ തോമസ് കെ തോമസ് മൊഴി നൽകിയിട്ടില്ല. ബോബനും മോളിയും കഥയാണ് അദ്ദേഹം പറയുന്നതെന്നും റജി ചെറിയാൻ മീഡിയ വണിനോട് പ്രതികരിച്ചു. 3 വർഷം ആയി ഇങ്ങനൊരു കേസ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, ഈ കേസിന് റജി ചെറിയാൻ്റെ എന്നെ അറസ്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ ഒരു കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്ന് വരെയും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തോന്നും കൂടി അദ്ദേഹത്തിനോട് ചോദിക്കണം. പിന്നെ അന്നും ഇന്നും അദ്ദേഹം പറഞ്ഞ ബോബനും മോളിയിലെ ഒരു കഥയാണ് പറയുന്നത്. മനസ്സിലല്ലേ? ഈ ജനങ്ങളൊന്നും റജി ചെറിയാനെ അറിയാവുന്നവരും ഒന്നും ഇതൊന്നും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ ഒരു മനസ്സിലാക്കാം, 3 വർഷം മുമ്പ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാതെ കോടതി ഇന്നും അത് സ്റ്റേയിൽ കിടക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമല്ലോ വാദി, അത് ഇന്ന് വരെ കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പം അങ്ങനെ അത് കൊടുക്കാതെ നടക്കുന്ന ഒരു വ്യക്തി പിന്നെയും അങ്ങനെ ഒരു ആരോപണം. ഒരു കാര്യം മനസ്സിലാക്കിയോ, തോൽവി സമ്മതിച്ചിരിക്കുന്നു. അത് മാത്രമേ ഇതിന് പറയാനുള്ളൂ. അല്ല, ഇതിന് ഒരു മറുപടി ഇതിന് അറിയിക്കുന്നില്ല.